Elements of Arabic language, Block 1, Unit 3, Al-Mu'rab wal-Mabniyu. നമ്മൾ അറബിയിലെ കലിമത്തുകളെ കുറിച്ച്, അതിലെ പ്രധാനപ്പെട്ട ഇനമായ ഇസ്മിനെ കുറിച്ച് ആണ് ചർച്ച ചെയ്ത് വരുന്നത്. ഇസ്മിനെ വിവിധ തരത്തിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. അതിൽപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനാണ് മുഅറബ് മബ്നി. അറബിയിലെ കലിമത്തുകളെ നമുക്ക് മുഅറബ് മബ്നി എന്നീ രണ്ട് വിഭാഗങ്ങളിലാക്കി തരംതിരിക്കാൻ പറ്റും. എന്താണ് മുഅറബ് മബ്നി? അത് പറയുന്നതിന് മുന്നോടിയായിട്ട് എന്താണ് ഇഅ്റാബ് എന്ന് പറയേണ്ടതുണ്ട്. ഇഅ്റാബ് എന്നുള്ളത് അറബി ഭാഷയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇഅ്റാബ് എന്താണ്? ഇഅ്റാബ് അത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ കുറച്ച് സെന്റൻസുകൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. യസ്അൽ ഇൻസാനു ലിതഹ്ഖീഖിൻ നജാഹി. യസ്അൽ ഇൻസാനു ലിതഹ്ഖീഖിൻ നജാഹി. യസ്അൽ ഇൻസാനു മനുഷ്യൻ അധ്വാനിക്കുന്നു, അവൻ പരിശ്രമിക്കുന്നു. ലിതഹ്ഖീഖിൻ നജാഹി വിജയം നേടിയെടുക്കാൻ വേണ്ടി. ഈ ഒരു സെന്റൻസ്. അത് കഴിഞ്ഞ് മറ്റൊരു സെന്റൻസ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിലാണ്. വിശുദ്ധ ഖുർആനിലുള്ള ഒരു വാക്യമാണ് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇനി അടുത്തത് തതതവ്വറുൽ ഉലൂമുൽ ഹദീസ ബിതഫക്കുറിൽ ഇൻസാൻ. തതതവ്വറുൽ ഉലൂമുൽ ഹദീസ. ആധുനിക ശാസ്ത്രം പുരോഗതി പ്രാപിക്കുന്നു. ബിതഫക്കുറിൽ ഇൻസാനി. മനുഷ്യൻ്റെ ചിന്തയിലൂടെ. അപ്പോൾ ഇവിടെ ഇൻസാൻ എന്ന വാക്കിന് എല്ലാ സെന്റൻസുകളിലും അടിവരയിട്ടത് കാണാൻ പറ്റും. ഒന്നാമത്തെ സെന്റൻസിൽ യസ്അൽ ഇൻസാനു, യസ്അൽ ഇൻസാനു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യസ്അ അൽ ഇൻസാനു. ഇൻസാനു എന്ന് അതിൻ്റെ അവസാന ഭാഗത്ത് അവസാനത്തെ അക്ഷരത്തിന് ലമ്മോട് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം രണ്ടാമത്തെ സെന്റൻസിൽ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അൽ ഇൻസാന നൂനിന് ഫത്ഹോട് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ സെന്റൻസിൽ തതതവ്വറുൽ ഉലൂമുൽ ഹദീസ ബിതഫക്കുറിൽ ഇൻസാനി. ആ ഇൻസാനി എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ നൂനിന് കസ്റോട് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഒരു വാക്ക് തന്നെ സെന്റൻസിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ വരുന്ന സമയത്ത്, വിവിധ ഗ്രാമാറ്റിക്കൽ പൊസിഷനിൽ വരുന്ന സമയത്ത് ഒരേ വാക്ക് തന്നെ അതിൻ്റെ അവസാന ഭാഗത്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അതിൻ്റെ അവസാന ഭാഗത്തെ ഹർക്കത്തിന് മാറ്റമുണ്ടാകുന്നു. അല്ലെങ്കിൽ അവസാനത്തെ ആ ഒരു ഭാഗത്ത് വരുന്ന ഈ മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഅ്റാബ് എന്ന പേരിൽ പറയുന്നത്. ഇഅ്റാബ്. ഒരു വാക്ക് തന്നെ സെന്റൻസിൽ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വരുന്ന സമയത്ത് ആ വാക്കിൻ്റെ അവസാന ഭാഗത്തുണ്ടാവുന്ന മാറ്റത്തെയാണ് നമ്മൾ ഇഅ്റാബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതവിടെ പറഞ്ഞിട്ടുണ്ട്. അൽ ഇഅ്റാബു. ഇഅ്റാബ് എന്നത് തഗ്യീറുൻ. അത് എന്താണ്? അൽ ഇഅ്റാബു തഗ്യീറുൻ. അത് മാറ്റമാണ്, ചേഞ്ചാണ്. യുൽഹഖു അവാഖിറൽ കലിമാത്തിൽ അറബിയ. അറബിയിലെ വാക്കുകളുടെ അവസാന ഭാഗത്തിന് സംഭവിക്കുന്ന മാറ്റത്തെയാണ് നമ്മൾ ഇഅ്റാബ് എന്ന് പറയുന്നത്. അതാണ് ഇഅ്റാബ്. ഇഅ്റാബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽ ഇഅ്റാബു തഗ്യീറുൻ യുൽഹഖു അവാഖിറൽ കലിമാത്തിൽ അറബിയ. അറബിയിലെ വാക്കുകളുടെ അവസാന ഭാഗത്തിന് സംഭവിക്കുന്ന മാറ്റത്തെയാണ് നമ്മൾ ഇഅ്റാബ് എന്ന് വിളിക്കുന്നത്. വതൻഖസിമു അലാമാതുഹു ഇലാ ഖിസ്മൈനി. ഇനി
ഇറാബിന്റെ അടയാളങ്ങൾ, ഇറാബിന് അടയാളങ്ങൾ ഉണ്ടാകും, അലാമാത്തുകൾ ഉണ്ടാകും. നമ്മളിപ്പോൾ വിശദീകരിച്ച ഉദാഹരണങ്ങൾ നോക്കിയാൽ യസ്അൽ ഇൻസാനു എന്നാണ് പറഞ്ഞത്. അവസാനത്തെ അക്ഷരത്തിന് ലമ്മോടുകൂടി, ഇൻസാൻ എന്ന കലിമത്തിന്റെ അവസാനത്തിന് ലമ്മോടുകൂടി. അത് ഇറാബിന്റെ ഒരു അടയാളമാണ്. അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് വരിക എന്നുള്ളത് ഇറാബിന്റെ ഒരു അടയാളമാണ്. അതുപോലെ ഫത്ഹ് വരിക എന്ന് പറയുന്നത് മറ്റൊരു അടയാളമാണ്. വ്യത്യസ്തമായ ഗ്രമാറ്റിക്കൽ പൊസിഷനിൽ വരുമ്പോൾ അടയാളങ്ങൾ മാറും. അപ്പോൾ അത്തരം അടയാളങ്ങൾ തൻഖസിമു അലാമാതുഹു ഇലാ ഖിസ്മൈനി, ഇറാബിന്റെ ഈ അടയാളങ്ങളെ നമുക്ക് രണ്ട് വിധത്തിൽ കാണാൻ പറ്റും. രണ്ട് ഖിസ്മാണ് അലാമാത്തുകളുള്ളത്. ഒന്ന് അൽ അലാമാത്തുൽ അസ്ലിയ, അസ്ലിയായ അലാമത്തുകൾ. പിന്നെ വൽ അലാമാത്തുൽ ഫറഇയ്യ, ഫറഇയ്യായ അടയാളങ്ങൾ. അലാമാത്തുൽ അസ്ലിയ മീൻസ് ഒറിജിനൽ ആയിട്ടുള്ള അടയാളങ്ങൾ. അതുപോലെ അൽ അലാമാത്തുൽ ഫറഇയ്യ എന്ന് പറയുമ്പോൾ എക്സെപ്ഷണൽ ആയിട്ട് വരുന്ന അടയാളങ്ങൾ. നഹ്നുൽ ആൻ ഫി സദദിൽ ഇറാബിൽ അസ്ലി വ അലാമാതിഹി, നമ്മളിപ്പോൾ പറയുന്നത് ഇറാബിന്റെ യഥാർത്ഥമായ അടയാളങ്ങളെ കുറിച്ചാണ്. യഥാർത്ഥമായ ഇറാബ്, അതിന്റെ അടയാളം, അസ്ലിയായ ഇറാബ്, അതിന്റെ അടയാളങ്ങൾ, ഇതാണ് നമ്മളിപ്പോൾ വിശദീകരിക്കുന്നത്. അൽ ഇറാബുൽ അസ്ലി ഫിൽ ലുഗത്തിൽ അറബിയ അർബഅ, അറബി ഭാഷയിലെ അസ്ലിയായ ഇറാബ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. വഹിയ, എന്തൊക്കെയാണ്? അർ റഫ്ഉ, ഒന്നാമത്തെ ഇറാബ് റഫ്ഉ എന്നാണ് വിളിക്കുന്നത്. അലാമാത്തുഹുൽ അസ്ലിയ അല്ലമ്മ, അതിന്റെ അസ്ലിയായ അലാമത്ത്, അതിന്റെ അസ്ലിയായ ഒറിജിനലായ അതിന്റെ അടയാളം എന്ന് പറയുന്നത് അല്ലമ്മത്തു, ലമ്മത്ത് വരിക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ യസ്അൽ ഇൻസാനു, ആ അവസാനത്തെ അക്ഷരത്തിന് ലമ്മോട് കൂടി വന്നിട്ടുള്ള ആ കലിമത്തിനെ നമുക്ക് പറയാം അതിന്റെ ഇറാബ് റഫ് ആണെന്ന് പറയാം. അപ്പൊ റഫ് എന്ന് പറയുന്ന ഇറാബിന്റെ അസ്ലിയായ അലാമത്ത് എന്താണ്? ലമ്മത്താണ്, ഉകാരമാണ്. പിന്നെ നസ്ബു, നസ്ബ് ആണ് രണ്ടാമത്തെ ഇറാബ്. അലാമത്തുഹുൽ അസ്ലിയ, അതിന്റെ അസ്ലിയായ, അതിന്റെ യഥാർത്ഥമായ ഒറിജിനലായ അടയാളം അൽ ഫത്ഹത്തു, ഫത്ഹത്താണ്. ഇന്നൽ ഇൻസാന, ഇന്നയുടെ ശേഷം ഇൻസാൻ വന്നപ്പോൾ അതിന് അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് നസ്ബാണ് എന്നതിൻ്റെ അടയാളമാണ്, അതിൻ്റെ ഇറാബ് നസ്ബാണ്. പിന്നെ മൂന്നാമത്തെ ഇറാബ് അൽ ജറു, ജറാണ്. അലാമത്തുഹുൽ അസ്ലിയ, അതിൻ്റെ അസ്ലിയായ അലാമത്ത് അൽ കസ്റത്തു, കസ്റത്താണ്. അവസാന ഭാഗത്തിന് കസ്റ് വരിക, അവസാനത്തെ അക്ഷരത്തിന് കസ്റ് വരിക എന്നുള്ളതാണ് ജറ് എന്ന് പറയുന്ന ഇറാബിന്റെ അലാമത്ത്. അൽ ജസ്മു, അതുപോലെ മറ്റൊരു നാലാമത്തെ ഇറാബാണ് ജസ്മ്. അലാമത്തുഹുൽ അസ്ലിയ, അതിന്റെ അസ്ലിയായ അലാമത്ത് അസ്സുകൂനു, സുക്കൂനാണ്. അപ്പോൾ ഇറാബ്, അസ്ലിയായ ഇറാബ്, ഇതിന്റെ അലാമത്തുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? റഫ്, ഒന്നാമത്തെ ഇറാബ് റഫ്, അതിന്റെ അലാമത്തുൽ അസ്ലിയ, അതിന്റെ അസ്ലിയ അലാമത്ത് റഫ് അല്ലമ്മത്തു. രണ്ടാമത്തെ ഇറാബ് നസ്ബ്, അതിന്റെ അലാമത്തുൽ അസ്ലിയ, അതിന്റെ അസ്ലിയ അലാമത്ത് അൽ ഫത്ഹത്തു. അതുപോലെ അൽ ജറു, മൂന്നാമത്തെ ഇറാബ് ജറാണ്, അതിന്റെ അലാമത്തുൽ അസ്ലിയ, അതിന്റെ അസ്ലിയ അലാമത്ത് അൽ കസ്റത്തു. പിന്നെ അൽ ജസ്മു, നാലാമത്തെ ഇറാബ് ജസ്മാണ്, അതിന്റെ അസ്ലിയായ അലാമത്ത് അസ്സുക്കൂനു, സുക്കൂനാണ്. ഇങ്ങനെ 4 ഇറാബുകളും അതിന്റെ അസ്ലിയായ അലാമത്തുകളുമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അവിടെയുള്ള ടാബിള് ശ്രദ്ധിക്കുക. ഓരോ ഇറാബുകളും അതിന്റെ ഉദാഹരണ സഹിതം, സെന്റൻസിൽ വാക്കുകൾക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ സഹിതം അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത്തത് റഫ്, റഫ്
അവിടെ കൊടുത്ത സെന്റൻസ് വായിക്കാം. നാമ ആബിദുൻ, ആബിദ് ഉറങ്ങി. നാമ ഉറങ്ങി, ആബിദുൻ ആബിദ്, ആബിദ് ഉറങ്ങി. അവിടെ ആബിദുൻ എന്നുള്ളത് ഫായിലുൻ. നാമ എന്ന് പറയുന്ന ഫിഅലിന്റെ, നാമ എന്ന പ്രവൃത്തിയുടെ കർത്താവാണ്, ഫായിലാണ് ആര്? ആബിദ്. അപ്പൊ ആബിദ് എന്നുള്ളത് ഫായിലാണ്. ഫായിലിന് എന്തായിരിക്കണം? ഇറാബ് റഫ് ആയിരിക്കണം. മർഫൂഉൻ, ഫായിൽ എപ്പോഴും റഫ് ലഭിക്കുന്ന ഒരു പൊസിഷനാണ്. ഫായിൽ എന്നുള്ളത് അതിന്റെ ഇറാബ് റഫ് ആയിരിക്കും. വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മത്തുൽ ളാഹിറ, അതിന്റെ അലാമത്ത്, റഫ് എന്ന ഇറാബിന് അവിടെ വന്നിരിക്കുന്ന അലാമത്ത് എന്താണ്? ആബിദുൻ. അവസാനത്തെ ദാലിന് ദമ്മത്ത് ലഭിച്ചു എന്നുള്ളതാണ്. അതുപോലെ അന്നസ്ബു, നസ്ബ്, രണ്ടാമത്തെ ഇറാബായിട്ടുള്ള നസ്ബ്, അത് നമുക്ക് ഈ സെന്റൻസിൽ കാണാം. അലിംതു ഖാലിദൻ, അലിംതു ഞാൻ അറിഞ്ഞു, ഖാലിദൻ ഖാലിദിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അപ്പൊ അവിടെ ഖാലിദൻ എന്നുള്ളത് മഫ്ഊലുൻ ബിഹി, അലിംതു എന്ന ഫിഅല് ഫായില് ചേർന്ന അലിംതുവിന്റെ മഫ്ഊലാണ് എന്ത്? ഖാലിദൻ. മഫ്ഊൽ മീൻസ് ഒബ്ജക്റ്റ്, കർമ്മം. അപ്പോൾ അതിന്റെ ഖാലിദൻ എന്ന് പറയുന്നത് മഫ്ഊൽ എപ്പോഴും മൻസൂബായിരിക്കും, നസ്ബാണ് അതിന്റെ ഇറാബ്. മഫ്ഊലിന്റെ ഇറാബ് നസ്ബാണ്, ഫായിലിന്റെ ഇറാബ് റഫ് ആണ്. ഒരു സെന്റൻസിൽ കർത്താവായിട്ട് വരുന്ന ഇസ്മ, അതിന് ഫായിൽ എന്ന് പറയും, അതിന്റെ ഇറാബ് റഫ് ആയിരിക്കും. അതുപോലെ ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റായിട്ട്, കർമ്മമായിട്ട് വരുന്ന ഇസ്മ, അത് എന്തായിരിക്കും? മൻസൂബായിരിക്കും, അതിന്റെ ഇറാബ് നസ്ബായിരിക്കും. അതുകൊണ്ടാണ് അലിംതു ഖാലിദൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അലാമത്ത് എന്താണ്? അലാമത്തുൽ അസ്ലിയ നസ്ബ്, അവരുടെ നസ്ബ് എന്ന ഇറാബിന്റെ അലാമത്ത് ഖാലിദൻ, അവസാനത്തെ ദാലിന് ഫത്ഹോട് കൂടി വരിക എന്നുള്ളതാണ്. ഫത്ഹാണ് അതിന്റെ അലാമത്ത്. അതുപോലെ ജറു, മൂന്നാമത്തെ ഇറാബായിട്ടുള്ള ജറ്. സല്ലംതു അലാ മുഹമ്മദിൻ, സല്ലംതു ഞാൻ സലാം ചൊല്ലി, അലാ മുഹമ്മദിൻ മുഹമ്മദിന്റെ മേൽ. അവിടെ മുഹമ്മദ് എന്നുള്ളത് ആ ഒരു ഇസ്മ, അതിന്റെ മുമ്പിൽ അല എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്. അല, ഒരു ഇസ്മിന്റെ മുമ്പിൽ അല എന്ന വാക്ക് വന്നാൽ അതിന് ജറ് ചെയ്യണം എന്നാണ് നിയമം. ജറ്, അവിടെ ജറിന്റെ അലാമത്ത് എന്താണ്? കസ്റത്താണ്, മുഹമ്മദിൻ എന്ന് പറയുക. അതുപോലെ അൽ ജസ്മു, ജസ്മു എന്ന് പറയുന്ന നാലാമത്തെ ഇറാബ്. ലം യഅലം അഹദുൻ, ലം യഅലം അഹദുൻ, ലം യഅലം ആരും അറിഞ്ഞില്ല, ലം യഅലം അറിഞ്ഞില്ല, അഹദുൻ ഒരാളും. അപ്പൊ അവിടെ യഅലം എന്ന് പറയുന്ന മുളാരിഅ ഫിഅലിന്റെ മുമ്പിൽ ലം എന്ന ഹർഫ് വന്നാൽ ആ മുളാരിഅ ഫിഅലിന് ജസ്മ് ചെയ്യണം എന്നാണ് നിയമം. ജസ്മ് എന്ന് പറയുന്ന ഇറാബ് ചെയ്യണം. ഇവിടെ ജസ്മ് എന്ന് പറയുമ്പോൾ എന്താണ്? ജസ്മിന്റെ അലാമത്ത്, അതിന്റെ അസ്ലിയ അലാമത്ത് സുക്കൂനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലം യഅലം എന്ന് പറയണം. സാധാരണഗതിയിൽ ലമ്മ് വന്നിട്ടില്ലെങ്കിൽ യഅലമു എന്നാണ് പറയാ, യഅലമു. പക്ഷെ ലമ്മ് വന്നതുകൊണ്ട് ഇവിടെ ജസ്മ് ചെയ്യണം. യഅലം, ലം യഅലം അഹദുൻ. ഇതാണ് 4 ഇറാബുകളും അതിന്റെ അസ്ലിയായ അലാമത്തുകളും. ഇനി പറയുന്നത് മാ യുറബു മിനൽ കലിമാത്ത്, കലിമത്തുകളിൽ നിന്ന് ഇറാബ് ചെയ്യപ്പെടുന്നത്. തറഫ്ന, നാം പരിചയപ്പെട്ടു, അല ലാഹിറത്തിൽ ഇറാബി, ഇറാബ് എന്ന പ്രതിഭാസത്തെ കുറിച്ച് നാം പരിചയപ്പെട്ടു. അംസിലത്തിൽ മാദിയ, മേലെ കൊടുത്ത ഉദാഹരണങ്ങളിലൂടെ. വഅലിംന,
നാം അറിഞ്ഞു അന്ന ആഖിറൽ കലിമ ഒരു കലിമത്തിന്റെ അവസാനത്തെ അക്ഷരം യതഗയ്യറു അത് വ്യത്യാസപ്പെടുന്നു ഹസബ തർക്കീബിൽ ജുംലത്തി ഒരു സെന്റൻസിലെ ഘടന അനുസരിച്ച് ഒരു സെന്റൻസിൽ ഒരു വാക്ക് ഏത് സ്ഥാനത്താണ് വരുന്നത് എന്നതിനനുസരിച്ച് ആ വാക്കിന്റെ അവസാന ഭാഗത്തിന് മാറ്റമുണ്ടാകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് ഫി മുഅ്ളമിൽ അഹ്യാൻ എല്ലായ്പ്പോഴും അല്ല, മിക്കവാറും കലിമത്തുകൾക്ക് ഈ ഒരു പ്രതിഭാസം ഉണ്ട്. ലൈസ ജമീഉൽ കലിമാത്തി ഫിൽ അറബിയ തഖ്ബലുൽ ഇറാബ നമ്മൾ ഈ പറഞ്ഞ ഇറാബ് എന്ന പ്രതിഭാസം എല്ലാ കലിമത്തുകൾക്കും ബാധകമായൊരു കാര്യമല്ല. ഇത് തൻഖസിമു കലിമാത്തുൽ അറബിയ ഇലാ ഖിസ്മൈൻ ഈ ഒരു പോയിന്റിലാണ് അറബിയിലെ കലിമത്തുകൾ രണ്ട് ഖിസ്മുകളിലേക്ക് വേർതിരിയുന്നത്. രണ്ട് വിഭാഗങ്ങളാക്കി നമുക്ക് അറബിയിലെ കലിമത്തുകളെ വേർതിരിക്കാൻ പറ്റും. ഒന്നാമത്തത് മാ യുറബു മിനൽ കലിമാത്ത് കലിമത്തുകളിൽ നിന്ന് ഇറാബ് ബാധകമായ കലിമത്തുകൾ അതിനെ നമ്മൾ മാ യുറബു മിനൽ കലിമാത്ത് എന്ന് പറയാം, അതോടൊപ്പം മുറബ് എന്നും പറയാം. മുറബ്. അതുപോലെ രണ്ടാമത്തെ വിഭാഗം മാ യുബ്ന മിനൽ കലിമാത്ത് കലിമത്തുകളിൽ നിന്ന് മബ്നിയാക്കപ്പെടുന്നത്, അതായത് ചേഞ്ച് ഒന്നും വരാത്ത ഒരു സെന്റൻസിൽ അല്ലെങ്കിൽ ഒരു വാക്ക് സെന്റൻസിന്റെ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ പ്രയോഗിച്ചാൽ പോലും ആ വാക്കിനൊരു മാറ്റവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചില വാക്കുകൾ അറബിയിലുണ്ട്. അതിനെ മബ്നി എന്നാണ് പറയാം. മബ്നി. മുറബ് എന്ന് പറഞ്ഞാൽ ഇറാബ് ബാധകമാകുന്ന, അതായത് ഒരു കലിമത്ത് സെന്റൻസിന്റെ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വരുമ്പോൾ ആ കലിമത്തിന്റെ അവസാന ഭാഗത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആ വാക്കിന് നമ്മൾ മുറബ് എന്ന് പറയും. അതേസമയം ഒരു വാക്ക് എന്ത് ചെയ്യുന്നില്ല, സെന്റൻസിന്റെ എവിടെ വന്നു കഴിഞ്ഞാലും ഒരു മാറ്റവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ കലിമത്തിനെ നമ്മൾ മബ്നി എന്നാണ് പറയാം. മുറബ്, മബ്നി. അപ്പോ അമ്മൽ മുറബ് എന്ന് പറഞ്ഞാൽ വഹുവൽ കലിമത്തുല്ലത്തി യതഗയ്യറു ശക്ലു ആഖിരിഹ ഹുവ അത് അൽ കലിമ അതൊരു കലിമത്താണ്, ഒരു വാക്കാണ്. അല്ലത്തി അങ്ങനത്തെ വാക്ക് യതഗയ്യറു ശക്ലു ആഖിരിഹ അതിന്റെ അവസാനത്തെ അക്ഷരത്തിന്റെ ചിഹ്നം അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ മാറി മറിയുന്നുണ്ട്. ബിതഗയ്യുരി മൗഖിഅ അൽ ഇറാബി അതിന്റെ ഇറാബിയായ സ്ഥാനം മാറുന്നതിനനുസരിച്ച് ഫായിലാകുമ്പോൾ ഒരു രൂപത്തിൽ, ആ വാക്ക് തന്നെ മഫൂലായിട്ട് വരുമ്പോൾ മറ്റൊരു രൂപത്തിൽ, ഇനി ആ വാക്ക് തന്നെ ഒരു ജറിന്റെ അദാത്തിന്റെ ശേഷം വരുമ്പോൾ മറ്റൊരു രൂപത്തിൽ, അങ്ങനെ മാറി മറിയുന്നുണ്ട്. അങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയാ, മുറബ് എന്ന് പറയുന്നത്. ഫിൽ അസ്മാഇ മുറബുൻ വ മബ്നിയുൻ ഇസ്മുകളുടെ കൂട്ടത്തിൽ മുറബും ഉണ്ട്, മബ്നിയും ഉണ്ട്. കസീറും മിനൽ അസ്മാഇ മുറബുൻ ഇസ്മുകളുടെ കൂട്ടത്തിൽ വളരെ വലിയ ഒരു എണ്ണം ഇസ്മുകൾ എന്താണ്, മുറബാണ്. കദാലിക ബഅദു മിനൽ അസ്മാഇ മബ്നിയുൻ അതുപോലെ തന്നെ ഇസ്മുകളുടെ കൂട്ടത്തിൽ ചിലത് മബ്നിയായിട്ടുമുണ്ട്. അത് അടുത്ത ഒരു ഭാഗത്ത് മബ്നിയായിട്ട് വരുന്ന ഇസ്മുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ വിശദീകരിക്കും. അമ്മൽ ഫിഅലുൽ മുളാരിയായ ഫിഅൽ അല്ലദീ ലം യത്തസിൽ ബിഹി നൂനുൻ നിസ്വതി വ നൂനുത് തൗകീദി മുളാരിയായ ഫിഅലുകൾ അതിൽ ജംഇന്റെ നൂനും അതുപോലെ തൗകീദിന്റെ നൂന് ചേർന്ന് വന്നിട്ടില്ലെങ്കിൽ അതെന്തായിരിക്കും, ഫമുറബുൻ അത് മുറബായിരിക്കും. മുളാരിയ ഫിൽ. ബാക്കിയുള്ള ഫീലുകളൊക്കെയും മബ്നിയാണ്. മാദിയായ ഫീലും അംറ് ഫീലൊക്കെ എന്താണ്, മബ്നിയാണ്. മുളാരിയ ഫീല് മാത്രമാണ് മുറബായിട്ടുള്ളത്. അതിൽ തന്നെ ജംഇന്റെ നൂനും ജമ്മു മുഅന്നസിന്റെ നൂനും അതുപോലെ തൗകീദിന്റെ നൂനും ചേർന്ന് വരികയാണെങ്കിൽ മുളാരിയ ഫീലും മബ്നിയായിരിക്കും.
അടുത്തതായിട്ട് മാ യുബന മിനൽ കലിമാത്ത്, കലിമത്തുകളിൽ നിന്ന് മബനിയാക്കപ്പെടുന്നത്. അതായത് നേരത്തെ നമ്മൾ കലിമത്തുകളുടെ കൂട്ടത്തിൽ മുഅറബ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞു ഇസ്മുകളിൽ വലിയൊരു വിഭാഗം മുഅറബാണ്, ചില ഇസ്മുകൾ മബനിയായിട്ടുണ്ട്. അതുപോലെ ഫീലുകളുടെ കൂട്ടത്തിൽ മുദാരിയ ഫീലാണ് മുഅറബിൽ വരിക. ഇനി ഇവിടെ പറയുന്നത് മബനിയായിട്ട് വരുന്ന കലിമത്തുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. فهمنا ما يعرب من الكلمات جيدا. الآن نتوقف عند هذا السؤال: هل يظهر الإعراب في جميع الكلمات العربية؟ അറബിയിലെ എല്ലാ കലിമത്തുകൾക്കും ഇറാബ് ബാധകമാകുമോ എന്നാണ് ചോദ്യം. ഇല്ല എന്നാണ് ഉത്തരം. فالإجابة لا. هناك كثير من الكلمات العربية, അറബി വാക്കുകളുടെ കൂട്ടത്തിൽ വലിയൊരു വിഭാഗം ലാ യത്റഉ ആഖിറുഹാ അയ്യ തഗ്യീരിൻ, ഇതിന്റെ അവസാന ഭാഗത്തിന് ഒരു മാറ്റവും വരാറില്ല. ബൽ തബ്ഖാ മബ്നിയതൻ അലാ സൂറത്തിൻ വാഹിദ, ഒരൊറ്റ രൂപത്തിൽ അതിങ്ങനെ നിലനിൽക്കും. സെന്റൻസിൽ എവിടെ വന്നു കഴിഞ്ഞാലും അത് അതിൻ്റെ ആ ഒരു രൂപത്തിൽ, അതിനെങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ രൂപത്തിൽ തന്നെ നിലനിൽക്കും. അങ്ങനെയുള്ള ചില വാക്കുകളും അറബിയിലുണ്ട്. ഫൈദൻ അൽ മബനിയു ലാ യതഗയ്യറു ആഖിറുഹു ഹസ്ബ മൗഖിഹി ഫിൽ ജുംല. മബനി എന്ന് പറയുമ്പോൾ സെന്റൻസിൽ ആ വാക്ക് വരുന്ന സ്ഥാനത്തിനനുസരിച്ച് അതിൻ്റെ ഘടനക്ക് ഒരു മാറ്റവും സംഭവിക്കാത്ത വാക്കുകളാണ് മബനിയായ കലിമത്ത് എന്ന് നമ്മൾ പറയാം. ഇനി നമ്മൾ പറയുന്നത് അൽ മബനിയാത്ത് മിനൽ കലിമാത്ത്, കലിമത്തുകളിൽ മബനിയായിട്ട് സംഭവിക്കുന്ന, മബനിയായിട്ട് വരുന്ന കലിമത്തുകൾ ഏതൊക്കെയാണെന്നാണ്. ഒന്നാമതായിട്ട് അൽ ഹുറൂഫ് കുല്ലുഹ മബനിയ, ഹർഫുകളെല്ലാം മബനിയാണ്. ഹർഫുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്മും ഫീലും അല്ലാത്ത ആ കലിമത്തുകളെയാണ് നമ്മൾ ഹർഫ് എന്ന് പറയുന്നത്. അല, ഫി, അൻ, അല, അങ്ങനെയുള്ള കലിമത്തുകൾ, ഇസ്മു ഫീല് ഈ രണ്ട് കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത കലിമത്തുകളെ നമ്മൾ ഹർഫ് എന്നാണ് പറയാം. ഈ ഹർഫുകളെല്ലാം മബ്നിയാണ്. അതായത് ഹർഫുകൾ സെന്റൻസിന്റെ ഏത് സ്ഥാനത്ത് വന്നാലും അതേ രൂപത്തിൽ അവിടെ നിലനിൽക്കും, അതിൽ അതൊരു മാറ്റവും സംഭവിക്കുകയില്ല. ഹർഫുകളെല്ലാം മബ്നിയാണ്. ഹൽ ഇന്ദക കലമുൻ എന്ന് പറഞ്ഞാൽ അതിൽ ഹർഫ് ഏതാണ്? ഹല്ലാണ്. ഹൽ അത് മബ്നിയാണ്. അതുപോലെ ഖതഅതു തുഫാഹത ബിസ്സിക്കീൻ, അതിൽ ബി ബിസ്സിക്കീൻ, അസ്സിക്കീനിന്റെ മുമ്പുള്ള ബി ഹർഫാണ്, അത് മബ്നിയാണ്. ഇന്ന ശൈത്വാന ലദലൂമുൻ കഫൂർ, അതിൽ ഇന്ന എന്നുള്ളത് ഹർഫാണ്, അതും മബ്നിയാണ്. പിന്നെ രണ്ടാമതായിട്ട് അൽ അഫ്ആലു, ഫീലുകളുടെ കൂട്ടത്തിൽ മബ്നിയായിട്ട് വരുന്നത് ഒന്ന് അൽ അഫ്ആലുൽ മാളിയ, മാളിയായ ഫീലുകൾ, ഭൂതകാല ക്രിയ. അതുപോലെ അഫ്ആലുൽ അംരി വൻ നഹി, അംറിന്റെയും നഹിന്റെയും ഫീലുകൾ, ഇതൊക്കെയും മബ്നിയാണ്. പിന്നെ മുദാരിയ ഫീല് മുഅറബാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ തൗക്കീദിന്റെ നൂന് അതുപോലെ ജമ്മു മുഅന്നസിന്റെ നൂന് ചേർന്ന് വന്നാൽ മുദാരിയ ഫീലും എന്തായിരിക്കും? മബ്നിയായിരിക്കും. പിന്നെ മൂന്നാമതായിട്ട് അൽ അസ്മാഉ, ഇസ്മുകളുടെ കൂട്ടത്തിൽ മബ്നിയായിട്ട് വരുന്ന ഇസ്മുകൾ. ഹുനാക കസീറും മിനൽ അസ്മാ, ഒരുപാട് ഇസ്മുകളുണ്ട്. ലത്തി ലാ തതഗയ്യറു അവാഖിറുഹ ഹസ്ബൽ അവാമിൽ ലത്തി തതഖദ്ദമുഹ, സെന്റൻസിൽ ഏത് സ്ഥാനത്താണ് വരുന്നത് എന്നതിനനുസരിച്ച്
മാറ്റം സംഭവിക്കാത്ത ചില ഇസ്മുകളും ഉണ്ട്. ഫതുബ്ന അലൽ ഫത്ഹി അവിൽ കസ്രി അവിൽ ലമ്മി അവിൽ സുക്കൂൻ. അത് അത്തരം കലിമത്തുകൾ ഒന്നുകിൽ ഫത്തഹിന്റെ മേൽ മബിനിയാക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാന ഭാഗത്തിന് ഫത്തഹ് ഏതവസ്ഥയിലും നിലനിൽക്കും, അല്ലെങ്കിൽ ലമ്മിന്റെ മേൽ മബിനിയാക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് സെന്റൻസിന്റെ ഏത് സ്ഥാനത്ത് വന്നാലും അതിന്റെ അവസാന ഭാഗത്തിന് ലമ്മായിരിക്കും, അല്ലെങ്കിൽ സുക്കൂനിന്റെ മേൽ മബിനിയാക്കപ്പെടും. അതായത് അത് സെന്റൻസിന്റെ ഏത് ഭാഗത്ത് വന്നാലും അതിന്റെ അവസാന ഭാഗം സുക്കൂനോട് കൂടിയായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ കസ്റത്തിന്റെ മേൽ മബിനിയാക്കപ്പെടും. അതായത് അത് സെന്റൻസിന്റെ ഏത് ഭാഗത്ത് വന്നാലും ആ കലിമത്തിന്റെ അവസാന ഭാഗത്തിന് കസ്റാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള ചില കലിമത്തുകൾ അറബി ഭാഷയിലുണ്ട്. അതേതൊക്കെയാണ്? വൽ മബനിയാത്തു മിനൽ അസ്മായി, ഇസ്മുകളുടെ കൂട്ടത്തിൽ മബനിയായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് അൽ-ലമാഇറു, ലമീറുകളാണ്. ലമീറുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചതാണ്. ഹുവ, ഹിയ, ഹുമ, ഹും, അന്ത, അന്തുമ, അന്തും, അന, നഹ്നു ഇങ്ങനെ തുടങ്ങിയ ഈ ലമീറുകൾ എന്താണ്? മബിനിയാണ്. ഇപ്പൊ ഹുവ എന്ന് പറയുന്ന ലമീർ അത് സെന്റൻസിന്റെ എവിടെ വന്നാലും ഹുവ എന്ന് തന്നെയാണ് പറയാം. ആ വാവിന്റെ അവസാന ഭാഗത്തിന് അവസാനത്തെ ആ വാവിന് ഫത്തഹോടുകൂടി അതിനെ ഫത്തഹിന്റെ മേൽ മബിനി എന്ന് പറയും. അതുപോലെ ഹും എന്ന് പറയുന്ന ലമീർ എടുത്തു കഴിഞ്ഞാൽ ആ ലമീർ സെന്റൻസിന്റെ എവിടെ വന്നു കഴിഞ്ഞാൽ ഹും തന്നെയാണ് പറയാം, മീമിന് സുക്കൂനോടുകൂടി. അത് സുക്കൂനിന്റെ മേൽ മബനിയാണെന്ന് പറയും. നഹ്നു എന്നുള്ളത് സെന്റൻസിന്റെ എവിടെ വന്നു കഴിഞ്ഞാലും അത് നഹ്നു എന്ന് തന്നെയാണ് പറയാ, അത് ലമ്മിന്റെ മേൽ മബനിയാണെന്ന് പറയും. അതുപോലെ അന്തി എന്ന് പറയുന്ന ലമീർ അത് കസ്റത്തിന്റെ മേൽ മബനിയാണെന്ന് പറയും. അങ്ങനെയാണ് ലമീറുകൾ. അതുപോലെ അൽ അസ്മാഉൽ മൗസൂല, ഇസ്മു മൗസൂല കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞതാണ് ഇസ്മു മൗസൂൽ എന്താണെന്നുള്ളത്. അല്ലദി, അല്ലദാനി, അല്ലദീന, അല്ലത്തി, അല്ലത്താനി, അല്ലായി, അല്ലാത്തി ഇതൊക്കെ എന്താണ്? മബനികളാണ്. അതുപോലെ അസ്മാഉൽ ഇസ്തിഫ്ഹാം ചോദ്യം ചെയ്യാൻ, ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്മുകൾ മൻ, മത്ത, കം ഇങ്ങനെയുള്ള ഇസ്മുകളൊക്കെയും മബനിയാണ്. അസ്മാഉൽ ഇസ്തിഫ്ഹാം ഇന്ററോഗേറ്റീവ് വേർഡ്സ്. അതുപോലെ അസ്മാഉൽ ഇഷാറ ഹാദ, ഹാദാനി, ഹാദിഹി, ദാലിക, തിൽക ഇതൊക്കെ എന്താണ്? ഇസ്മുൽ ഇഷാറ, ഇത് മബനിയാണ്. അസ്മാഉൽ ഷർത്തി കണ്ടീഷണൽ സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ ഐനമ, അയ്യാന, മൻ അതും മബനിയാണ്. അതുപോലെ ബാബു ളുറൂഫ് ചില ലർഫുകൾ, അതായത് സ്ഥലത്തിന്റെയും സമയത്തിന്റെയും ഒക്കെ മേൽ അറിയിക്കുന്ന വാക്കുകൾ ഖത്തു, സുമ്മ, അംസി, ലദ തുടങ്ങിയ ലർഫുകൾ അതും മബനിയാണ്. അസ്മാഉൽ അഫ്ആൽ ഇസ്മു ഫീലുകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് അതിന് അത് ഇസ്മാണെങ്കിലും അതിന് ഫീലിന്റെ അർത്ഥം, ഫീലിന്റെ മാന ഉള്ള ചില കലിമത്തുകൾ ഹൈഹാത്ത, സ്വഹ്മ, ആമീൻ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ അതും മബനിയാണ്. അൽ അദാദുൽ മുറക്കബ അതുപോലെ എണ്ണൽ സംഖ്യകൾ അദാദുൽ മുറക്കബ അതായത് അഹദ അഷറ, അതുപോലെ ഇസ്നാ അഷറ, സലാസ അഷറ പോലെയുള്ള ആ അദദുകൾക്കാണ് രണ്ടക്ഷരങ്ങൾ ഒരുമിച്ച് വരുന്ന, രണ്ടക്കങ്ങൾ ഒരുമിച്ച് വരുന്ന ആ ഒരു 11 മുതൽ 19 വരെയുള്ള അക്ഷരങ്ങൾക്കാണ് അദാദ് മുറക്കബ എന്ന് പറയുക. അതിൽ 13 മുതൽ 19 വരെയുള്ള അദദുകൾ അതെന്താണ്? മബനിയാണ്. 13 മുതൽ 19 വരെയുള്ള അദദുകൾ എന്താണ്? മബനിയാണ്. സലാസ അഷറത്ത അങ്ങനെയാണ് പറയാ. ഫത്തഹിന്റെ മേൽ മബനിയായിട്ടാണ് പറയാ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ
വരുന്നത്. നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോകാം അടുത്ത ഒരു വീഡിയോയിൽ. താങ്ക് യു.